എല്ലാവർക്കും നമസ്കാരം. CC ബാങ്ക് എക്സാം ചാനലിന്റെ മറ്റൊരു മാത്സിന്റെ ക്ലാസ്സിലേക്ക് നമ്മൾ പതിയെ കടക്കുകയാണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാ ആഴ്ചകളിലും സ്ഥിരമായിട്ട് മാത്സിന്റെ ടോപ്പിക് വൈസ് PYQs ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പരിചയപ്പെടുത്താറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അടുത്തടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മറ്റൊരു മാത്സിന്റെ PYQ സെഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറെ അധികം ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി. അതിന് തൊട്ട് മുമ്പാണെങ്കിൽ നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അടുത്ത ആഴ്ച മുതൽ മോഡൽ എക്സാം ക്ലാസ്സുകൾ മാത്സിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് മാത്സിനകത്ത് നിന്നും പരമാവധി മാർക്ക് ഉറപ്പിക്കുന്നതിന്റെ ലക്ഷ്യമായിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് മാത്സിന്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ യാത്ര തുടങ്ങിയിട്ട് ചിലപ്പോൾ കുറച്ച് മാസങ്ങളായിരിക്കാം, ചിലപ്പോൾ കുറച്ച് ആഴ്ചകൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവത്തുള്ളൂ, ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ ഈ ഒരു യാത്രയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് നിങ്ങൾക്ക് സ്ഥിരതയോടുകൂടി അതിനു വേണ്ടി കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത്. അതെല്ലാ ഉദ്യോഗാർത്ഥികളും പൊതുവെ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് അത്തരത്തിലൊരു സംഭവം. ഈ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികളാണ് റാങ്ക് ലിസ്റ്റിലെ ആദ്യ ഭാഗത്ത് പേര് വന്നുകൊണ്ട് അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. അതുകൊണ്ട് എല്ലാ ക്ലാസ്സിലും എല്ലാ വീഡിയോസിലും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളൊരു യാത്രയ്ക്ക് വേണ്ടി കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ആ യാത്രയുടെ അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് സഹകരണ ബാങ്കിലെ ഒരു ജോലി എന്ന് പറയുന്ന നിങ്ങളുടെ വലിയൊരു സ്വപ്നമാണ്. ആ ഒരു യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ള സ്നേഹപൂർവമായിട്ടുള്ള ഒരു ഉപദേശം മാത്രമേ എല്ലാ തവണയും പറയാറുള്ളത് പോലെ നിങ്ങളോട് ഇന്നും എനിക്ക് പറയുവാനുള്ളൂ. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 1086/26 2026 നമ്മുടെ CSEB ക്ലർക്ക് ക്യാഷർ പരീക്ഷയ്ക്ക് ചോദിച്ച മാത്സിനകത്തെ 10 ചോദ്യങ്ങളും അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മുമ്പോട്ട് പോകുന്നു. മക്കളെ, ഒന്നാമത്തെ ചോദ്യം പിടിച്ചോ. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ചോദിച്ചത്. ഡെസിമൽ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഡെസിമൽ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഹരണമാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ന്യൂമറേറ്ററിൽ എത്ര ഡെസിമൽ സ്ഥാനമുണ്ട്, ഡിനോമിനേറ്ററിൽ എത്ര ഡെസിമൽ സ്ഥാനമുണ്ട് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, ഇവിടെ 4, അവിടെയും 4. അപ്പൊ സ്വാഭാവികമായിട്ട് മുകളിലെ 4 8 ദശാംശ സ്ഥാനമുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമ്മൾ പറയും 8 ഡെസിമൽ പ്ലേസ്, 8 ദശാംശ സ്ഥാനമാണ് മുകളിൽ. സ്വാഭാവികമായിട്ടും താഴെ എത്ര എണ്ണം ഉണ്ടോ നോക്കും. ഇവിടെ നോക്കുമ്പോൾ 4, അവിടെ നോക്കുമ്പോൾ 4. അപ്പോൾ 4 4 8, മുകളിൽ 8 താഴെ 8, മുകളിൽ 8 താഴെ 8, മുകളിൽ 8 താഴെ 8. അങ്ങനാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ ദശാംശ സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ നോക്കണ്ട, അവിടുത്തെ പൂർണ്ണമായ സംഖ്യ മാത്രം എടുക്കുക. അവിടുത്തെ പൂർണ്ണമായ സംഖ്യ, അതായത് 0.0 എല്ലാം കളയുക. കാരണം മുകളിലും താഴെയുമുള്ള ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഡെസിമൽ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ പിന്നെ അവിടെ ഡെസിമൽ സ്ഥാനത്തിന് പ്രസക്തിയില്ല. അപ്പോൾ അവിടുത്തെ പൂർണ്ണമായ സംഖ്യ 49 ഇൻഡു ചിഹ്നം കൊടുത്തു. അപ്പുറത്തെ പൂർണ്ണമായ സംഖ്യ 81 ഡിവൈഡഡ് ബൈ താഴെ 9, തൊട്ടപ്പുറത്ത് 7 എന്ന് വന്നു. മക്കളെ, ഇനി വെട്ടിക്കൂ. കുഞ്ഞുങ്ങളെ, 7ന്റെ 7ാമത്തെ ഗുണിതമാണ് 49. 7ന്റെ 7ാമത്തെ ഗുണിതമാണ് 49. അതേപോലെ 9ന്റെ 9ാമത്തെ ഗുണിതമാണ് 81. 9 9 81. 9ന്റെ 9ാമത്തെ ഗുണിതമാണ് 81. 7ഉം 9ഉം കൂടെ ഗുണിച്ചാൽ 63. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. 1 മാർക്ക് നമ്മുടെ പെട്ടിയിലേക്ക് വന്നിരിക്കുന്നു. സിമ്പിൾ അല്ലേ? അപ്പോൾ ഡെസിമൽ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ പിന്നെ അവിടെ നിങ്ങൾ കണ്ണം പൂട്ടി
ആ സംഖ്യ മാത്രം എടുത്ത് വെട്ടിക്രിയ ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്തുക. 1 മാർക്ക് നമ്മുടെ കയ്യില് ഭംഗിയായിട്ട് കിട്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പതിയെ പോകാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. സ്ഥിരമായിട്ട് ക്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം, 6:40 എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് എത്ര, ആംഗിൾ എത്ര, ആംഗിൾ എത്ര, ആംഗിൾ എത്ര? ക്ലോക്കിന്റെ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ദാ പിടിച്ചു. 30h - 11/2 m ആണ് ഇക്വേഷൻ. എടാ 30h - 11/2 m. ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 30h - 11/2 m. എച്ച് എന്ന് പറഞ്ഞ അവർ ഹാൻഡ് നമ്പർ, എം എന്ന് പറഞ്ഞ മിനിറ്റ് ഹാൻഡ് നമ്പർ അല്ലേ? അപ്പോ എച്ചിന്റെ വാല്യൂ 6 അല്ലേ? എടാ എച്ച് എന്ന് പറഞ്ഞാൽ 6, അപ്പോൾ 30 × 6 - 11/2 ഇൻറ്റു എം എന്ന് പറഞ്ഞ മിനിറ്റ് നമ്പർ ആണ്. മിനിറ്റ് നമ്പർ 40. മിനിറ്റ് നമ്പർ 40 എന്ന് മനസ്സിലായി. താഴെ കിടക്കുന്ന 2 മേളിൽ കിടക്കുന്ന 40 കൂടെ വെട്ടിയാൽ 40ന്റെ പകുതി 20. 40ന്റെ പകുതി 20. 30 6 കൂടെ ഗുണിച്ചാൽ ദാ പിടിച്ചോ 180 മൈനസ് 11 20 കൂടെ ഗുണിക്കുന്നതിന് പകരം 11നെ 2 കൊണ്ട് ഗുണിച്ചൊരു 0 ഇട്ട് കൊടുത്താൽ മതി. 11 2 22, ഒരു 0 കൂടെ ചേർത്ത് എഴുതിയാൽ 220. മക്കളെ 180 220 കുറയ്ക്കാൻ പറ്റത്തില്ല. എടാ 120 280 കുറയ്ക്കാൻ പറ്റത്തില്ല. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി വലുതീന്ന് ചെറുത് കുറയ്ക്കുക, വലുതീന്ന് ചെറുത് കുറയ്ക്കുക. 220 80 കുറച്ചാല് 220 180 കുറച്ചാല് 220 നിന്ന് 180 കുറച്ചാൽ 40. നിങ്ങൾ മൈനസ് ഒന്നും കൊടുക്കണ്ട, കാരണം കോണളവ് ഒരിക്കലും മൈനസ് വാല്യൂ വരുത്തില്ല. കണ്ണും പൂട്ടി നമ്മൾ അടിച്ചു. ഉത്തരം ഓപ്ഷൻ സി 40 ആയിരുന്നു റൈറ്റ് ആൻസർ. ക്ലോക്കിന്റെ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 30h - 11/2 m, 30h - 11/2 m. രണ്ടാമത്തെ മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചു. മൂന്നാമത്തെ ചോദ്യം ദാ പിടിച്ചു. ഇതിനകത്തെ ഓഡ് വൺ ഏതാണ്? ഇതായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇതിനകത്ത് ഒരാൾ ഒറ്റയാനാണ്, അവൻ ആരാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. എടാ ഇത് നോക്കുമ്പോൾ തന്നെ താണ്ടേ BCFG. ഇത് നമ്മൾ വേറെ കൂടുതൽ നമ്മൾ എക്സാം ഹാളിൽ ഇങ്ങനെ ഇരിക്കുക, പരീക്ഷ ഹാളിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുക, നമ്മുടെ മുമ്പിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഇതാണ് നമ്മുടെ മുമ്പിൽ വന്ന ചോദ്യം. നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ ആലോചിക്കും, BC ആകണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ നമുക്കറിയാം B കഴിഞ്ഞ അടുത്ത അക്ഷരമാണ് ഏത്? C. ഓക്കെ, അതോടെ നിൽക്കട്ടെ. എടാ D കഴിഞ്ഞാൽ അടുത്ത അക്ഷരമല്ലേ E? A B C D E. D കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരമാണ് E ആണ്. അപ്പോൾ I കഴിഞ്ഞാൽ അടുത്ത അക്ഷരമല്ലേ J? IJ. അപ്പോൾ M കഴിഞ്ഞാൽ അടുത്ത അക്ഷരം N അല്ലേടാ വരേണ്ടത്? MNO. M കഴിഞ്ഞാൽ അടുത്ത അക്ഷരമല്ലേ വരേണ്ടത്? അപ്പോൾ തന്നെ നമുക്ക് കണ്ണും പൂട്ടി ആൻസർ ഓപ്ഷൻ ഡി അടിച്ചൂടെ? എന്തിനാ വേറെ കൂടുതൽ ചെയ്യേണ്ടത്? ഇനി അപ്പുറത്തേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം B കഴിഞ്ഞാൽ അടുത്ത അക്ഷരം C ആ, D കഴിഞ്ഞാൽ E ആ, I കഴിഞ്ഞാൽ J ആ. അപ്പൊ M കഴിഞ്ഞാൽ അടുത്ത അക്ഷരം വരേണ്ടത് എന്നാ? വന്നിട്ടില്ല. അതുകൊണ്ട് കണ്ണും പൂട്ടി അടിച്ചോണം. ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു റൈറ്റ് ആൻസർ. അപ്പോൾ ഇത്തരത്തില് ഓഡ് മാൻ ഔട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ആ ഒന്നാമത്തെ ഓപ്ഷൻ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കാതെ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ബന്ധം കണ്ടുപിടിച്ചാൽ ആ ബന്ധം 4 ഓപ്ഷനിലും കൂടെ ഒന്ന് പയറ്റി നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇത്തരത്തില് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചു പോയ ഒരു സിമ്പിൾ ചോദ്യമാണ്. ഈ ചോദ്യം വന്നിരിക്കുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ദ സ്പീഡ് ഓഫ് എ ട്രെയിൻ ഈസ് 42.5 കിലോമീറ്റർ പെർ അവർ. നമ്മൾ ഇത് കാണുമ്പോഴേ അറിയാം, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ
5/18 കൊണ്ട് ഗുണിക്കുക. 5/18 കൊണ്ട് ഗുണിക്കുക. തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. മീറ്റർ പെർ സെക്കൻഡില് കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. ഈ രണ്ട് കാര്യങ്ങള് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അത് സെറ്റായിരിക്കണം. എന്നിട്ട് താണ്ടേ നമ്മൾക്ക് ഒന്നും അറിയത്തില്ല, നമ്മൾ ക്വസ്റ്റ്യൻ അങ്ങ് വായിച്ചു. ദ സ്പീഡ് ഓഫ് എ ട്രെയിൻ ഈസ് 42.5 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 1 മണിക്കൂറിലെ 42.5 കിലോമീറ്റർ സഞ്ചരിക്കുമെന്നല്ലേ? എടാ 42.5 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1 മണിക്കൂറിലെ 42.5 കിലോമീറ്റർ സഞ്ചരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. ശരി, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? എടാ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? അപ്പോൾ 60 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഏത്? 42.5 കിലോമീറ്റർ. ചോദ്യകർത്താവ് ചോദിക്കുന്നു 12 മിനിറ്റ് കൊണ്ട് എത്ര മീറ്റർ ദൂരം സഞ്ചരിച്ചു? 12 മിനിറ്റ് കൊണ്ട് എത്ര മീറ്റർ ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദ്യം. നമ്മൾ പറയും ദാണ്ടേ 60 മിനിറ്റ് കൊണ്ട്, ദാണ്ടേ ഇങ്ങോട്ട് നോക്ക്, 60 മിനിറ്റ് കൊണ്ട് 42.5 കണ്ടോ? എഴുതിയത് കണ്ടോ? ആണ്ടെ 60 മിനിറ്റ് കൊണ്ട് 42.5. എങ്കിലിന് പകരം ഒരു ഗുണനചിഹ്നം കൊടുക്കുക. എങ്കിൽ 12 മിനിറ്റ് കൊണ്ട് എത്ര? കണ്ടോ? 60 മിനിറ്റ് കൊണ്ട് 42.5 എങ്കിൽ 12 മിനിറ്റ് കൊണ്ട് എത്ര? 12 മിനിറ്റ് കൊണ്ട് എത്ര? ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് കിലോമീറ്ററിലായിരിക്കും കിട്ടുന്നത്. നമുക്ക് എന്തിലാ ഉത്തരം കിട്ടുന്നത്? കിലോമീറ്ററിലായിരിക്കും ആൻസർ കിട്ടുന്നത്. നമുക്കിതിനെ മീറ്ററിലേക്ക് മാറ്റണ്ടേ? കിലോമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കുക. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഗുണിക്കുക എന്നുകൂടി ഓർത്തു വെക്കണം. സ്വാഭാവികമായിട്ടും ഇത്രേ ഉള്ളൂ. ഇത് ചെയ്തെടുത്ത ആൻസറായി. ചെയ്യേണ്ട പരിപാടി ഇനിയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 60 മിനിറ്റ് കൊണ്ട് 42.5 കിലോമീറ്റർ എങ്കിൽ 12 മിനിറ്റ് കൊണ്ട് എത്ര? ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടുന്നത് കിലോമീറ്ററിലാണെന്ന് മനസ്സിലായി. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ ചുമ്മാ വെറുതെ 1000 കൊണ്ടങ്ങ് ഗുണിച്ചു. സെറ്റ്. ഇനി മുകളിൽ ഒരു ദശാംശ സ്ഥാനം കിടപ്പുണ്ട്, താഴെ ഒന്നുമില്ല. അപ്പൊ ആ ഡെസിമൽ പ്ലേസ് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? മുകളിൽ 10 കൊണ്ട് ഗുണിക്കുക അല്ലേ? മുകളിൽ 10 കൊണ്ട് ഗുണിക്കണം. മുകളിൽ 10 കൊണ്ട് ഗുണിച്ചാൽ താഴെയും 10 കൊണ്ട് ഗുണിക്കണം. മുകളിൽ 10 കൊണ്ട് ഗുണിച്ചാൽ താഴെ 10 കൊണ്ട് ഗുണിക്കണം. ഗുണിച്ചു. പോയിന്റ് ഒക്കെ മാറി. 42.5 എന്ന് പറയുന്നത് 425 ആയിട്ട് മാറി. ഇതേ നോക്കിക്കേ മക്കളെ, താഴെ കിടക്കുന്ന 2 പൂജ്യങ്ങളും മുകളിൽ കിടക്കുന്ന 2 പൂജ്യങ്ങളും കട്ടായി. എടാ പിള്ളേരെ, താഴെ കിടക്കുന്ന 6ഉം മേളിൽ കിടക്കുന്ന 12ഉം കൂടെ വെട്ടി 6 2 12 സെറ്റ്. ഇനി നോക്കിക്കേ, ഈ 425നെ 2 കൊണ്ട് ഗുണിച്ചാൽ മക്കളെ, 425നെ 2 കൊണ്ട് ഗുണിച്ചാൽ 850. ആ 850നെ വീണ്ടും 10 കൊണ്ട് ഗുണിച്ചാല്, 850നെ 10 കൊണ്ട് ഗുണിച്ചാല് 8500. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇത്രേ ഉള്ളൂ പരിപാടി. സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. തുടർച്ചയായ 4 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇൻഡിജേഴ്സ്. കൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുടർച്ചയായ 4 സംഖ്യകൾ. ആ തുടർച്ചയായ 4
എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 154 മക്കളെ. അങ്ങനെയാണെങ്കിൽ അതിനകത്തെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാടാ പിള്ളേരെ? ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് എന്താണ്ടേ 4 സംഖ്യകൾ, ഇതാണ് 4 സംഖ്യകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ തുകയും തന്നിട്ടുണ്ട്. തുക 154, സമ്മ് 154 എണ്ണം 4 തുക എത്ര? തുക 154. എടാ കുഞ്ഞുങ്ങളെ, തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാല് ശരാശരി കിട്ടും. തുകയെ സമ്മിനെ നമ്പർ കൊണ്ട് ഹരിച്ചാല് ആവറേജ് കിട്ടും. തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി കിട്ടും. ആ ശരാശരി എല്ലായ്പ്പോഴും മിഡിൽ നമ്പർ ആയിരിക്കും. ശരാശരി എല്ലായ്പ്പോഴും മിഡിൽ നമ്പർ ആയിരിക്കും. 154 3 കൊണ്ട് ഹരിച്ചാൽ 3 12 ശിഷ്ടം 3 34 എന്ന് വരും. 154നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് 3 4 12 ശിഷ്ടം 2 എന്ന് വന്നില്ലേ, ശിഷ്ടം 3 എന്ന് വന്നു. 12ന്റെ ബാക്കി 3 34 വരും. ആ 34നെ അല്ലെങ്കിൽ നമ്മൾ സൈഡിലോട്ട് മാറ്റി ഹരിച്ചു നോക്കിയാലും മതി. നമുക്ക് പെട്ടെന്ന് അത് പോയിന്റിലേക്ക് വരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ സൈഡിലോട്ട് മാറ്റിയിട്ട് 154നെ 4 കൊണ്ട് ഹരിച്ചു. 3 4 12 ശിഷ്ടം 3 4 എടാ 8 4 32 8 4 32 2 പോയിന്റ് ആയി, 0 ആയി. 5 4 20. അപ്പോൾ നമുക്ക് മനസ്സിലായി 38.5 ആണ് ശരാശരി എന്ന് പറയുന്നത്. അപ്പോൾ ശരാശരി 38.5. ശരാശരി എല്ലായ്പ്പോഴും മിഡിൽ നമ്പർ ആയിരിക്കും. ഇവിടുത്തെ മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ് മിഡിൽ നമ്പർ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ 4 സംഖ്യകളല്ലേ ഉള്ളൂ. 5 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ കൃത്യം മിഡിൽ നമ്പർ നമുക്ക് ലോക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ 4 എണ്ണമേ ഉള്ളത് കൊണ്ട് ഇവ 2 എണ്ണം കഴിയുമ്പോഴുള്ള സ്പേസ് നിങ്ങൾ മിഡിൽ നമ്പർ ആയിട്ട് പരിഗണിക്കുക, മധ്യപദമായിട്ട് പരിഗണിക്കുക, സെൻട്രൽ ടൈം ആയിട്ട് പരിഗണിക്കുക. അപ്പോൾ സെന്റർ 38.5 ആണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ട് 39 അല്ലേ? കാരണം നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാല് 1 2 3 4 5 6 അങ്ങനെ പോകുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് നാച്ചുറൽ നമ്പർ, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. അപ്പോൾ അടുത്തത് 40 അല്ലേ? അപ്പോൾ അതിനു മുമ്പേ ഉള്ളത് 38 അല്ലേ? അപ്പോൾ അതിനു മുമ്പേ ഉള്ളത് 37 അല്ലേടാ? അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാല് 37. ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. കണ്ണും പൂട്ടി നമ്മൾ പറയും ആൻസർ 37. ഏറ്റവും വലിയ നമ്പർ ആണ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും പറയും 40 എന്ന് പറയും. മിഡിൽ നമ്പറിനെ നമ്മൾ എപ്പോഴും ശരാശരിയായിട്ടാണ് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞാല് അത് മിഡിൽ നമ്പർ ആയിട്ട് പരിഗണിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ഈ ഒരു പ്രിപ്പറേഷൻ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്ന ആൾക്കാരായിരിക്കാം. ഒരുപാട് പേരുണ്ട്. അതായത് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പരീക്ഷ നേരിടുന്ന ഒരുപാട് പേരുണ്ട്. നേരത്തെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് ചെറിയ പരീക്ഷയ്ക്ക് നിങ്ങൾ അന്നത്തെ പരീക്ഷയ്ക്ക് പോയി തയ്യാറെടുത്തു, പക്ഷേ ഭേദപ്പെട്ട മാർക്കിലേക്ക് എത്താതെ ദൗത്യം ഉപേക്ഷിച്ചു പോയ ഒരുപാട് പേരുണ്ട്. ആദ്യമായിട്ട് CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ എഴുതുന്ന ഒരുപാട് പേരുണ്ട്. ഇവരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം, സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, നിങ്ങൾ ആ പരീക്ഷയ്ക്ക് ഭംഗിയായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിസോഴ്സ് വേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു വെല്ലുവിളിയായിട്ട് മാറും. കാരണം നമ്മൾ എവിടെ പോയി തപ്പിയെടുക്കും ഇതിനാണ് നമ്മൾ ഒരു മെന്റർഷിപ്പോട് കൂടിയുള്ള ഒരു സജഷൻ നിങ്ങളിലേക്ക് എപ്പോഴും വെക്കാറുള്ളത്. ഒരു മെന്ററിനോട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല്
കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളെ അവിടെ എത്തിക്കുകയും ചെയ്യും. നിങ്ങൾ ഇരുന്ന് പഠിക്കുക, പരീക്ഷ എഴുതുക, നിങ്ങളെ സ്വയം വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കും. അത്തരത്തില് ഏറ്റവും പുതിയ ബാച്ചുകൾ 2 എണ്ണമാണ് പുതുതായിട്ട് CC സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് 3 മാസത്തെ ബാച്ചും രണ്ടാമത്തത് മറ്റൊരു ബാച്ച് എന്ന് പറയുന്ന 6 മാസത്തെ ബാച്ചുമാണ്. അപ്പോൾ 3 മാസം കൊണ്ട് എൻറ്റയർ സിലബസ് പൂർത്തീകരിക്കുന്ന രീതിയിൽ ഒരു ബാച്ച് ഉണ്ട്. അതല്ല, നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് ഈ പറയുന്ന ഈ ബോർഡ് തന്നിരിക്കുന്ന ക്ലർക്ക് കാഷ്യറിന്റെ സിലബസ് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുന്ന രീതിയിൽ രണ്ടാമതൊരു ബാച്ചും ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടൈം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 3 മന്ത് ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് എഫോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ലർക്ക് കാഷ്യർ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. സമയബന്ധിതമായിട്ട് വരുന്ന നോട്ടിഫിക്കേഷനുകളാണെന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും പോകാം. ഇത് എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യനാണ്. ഈ ഒരു ചോദ്യം നമ്മള് CFEB ക്ലർക്ക് കാഷ്യർ പ്രിപ്പറേഷൻ തുടങ്ങിയ അന്ന് മുതല് മാത്സിനകത്ത് നമ്മൾ എപ്പോഴും കാണുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഒരാള് A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു മനുഷ്യൻ 50 km/h സ്പീഡിൽ സഞ്ചരിച്ചു. കണ്ടോ, ഒരാള് എയിൽ നിന്ന് ബിയിലേക്ക് 50 km/h വേഗതയിൽ സഞ്ചരിച്ചു. തിരിച്ച് ബി എയിലോട്ട് വന്നെടുത്തോട്ട് 30 km/h സ്പീഡിൽ സഞ്ചരിച്ചു. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് 30 km/h സ്പീഡിൽ സഞ്ചരിച്ചു. അങ്ങനാണെങ്കിൽ ഈ യാത്രയുടെ ശരാശരി വേഗത എത്ര, ആവറേജ് സ്പീഡ് എത്ര, ശരാശരി വേഗത എത്ര എന്നാണ് ചോദ്യം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണല്ലോ. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, സഞ്ചരിച്ച ദൂരം തുല്യമാണ്, 2 സ്പീഡ് തന്നിട്ടുണ്ട്. സഞ്ചരിച്ച ദൂരം തുല്യമായിരിക്കുകയും 2 സ്പീഡും തന്നു കഴിഞ്ഞാല് ശരാശരി വേഗത കണ്ടുപിടിക്കാൻ 2xy ഡിവൈഡഡ് ബൈ x+y ആണ് ഇക്വേഷൻ. സഞ്ചരിച്ച ദൂരം തുല്യമായിരിക്കുകയും 2 സ്പീഡും തന്നു കഴിഞ്ഞാല് ശരാശരി വേഗത കണ്ടുപിടിക്കാൻ 2xy ഡിവൈഡഡ് ബൈ x+y ആണ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ 2 ഇൻറ്റു എക്സിന്റെ വാല്യൂ 50, വൈയുടെ വാല്യൂ 30, 50 30 കൂടെ കൂട്ടിയാൽ പിടിച്ചോ 80 താഴെ എഴുതി. അങ്ങനെയാണെങ്കിൽ താഴെ കിടക്കുന്ന 0 മേളിൽ കിടക്കുന്ന 0 കട്ടായി, 2 8 കൂടെ വെട്ടിയാൽ 4 ആയി, 50 4 കൂടെ വെട്ടിയാൽ 2 2 4, 25 2 50, 25 3 കൂടെ ഗുണിച്ചാല് 75 75ന്റെ പകുതി പിടിച്ചോ 37.5 സെറ്റ്. ഉള്ളൂ. ക്ലിയർ ആയോ? ഒന്നുകൂടെ നോക്കിയേ. ദൂരം തുല്യമായിരിക്കുകയും 2 സ്പീഡും തന്നു കഴിഞ്ഞാൽ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ 2xy ഡിവൈഡഡ് ബൈ x+y ആണ് ഇക്വേഷൻ. മറന്നു പോകരുത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഇത്. 9 28 65 128 217 34 344 ഓഡ്മാൻ ഔട്ട് ഏതാണ്? ഇത് കാണുമ്പോഴേ പിള്ളേര് പറയും, സാറേ ഇത് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2ന്റെ ക്യൂബ് 8, 8ന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. മക്കളെ 28 എന്ന് പറഞ്ഞാല് 3ന്റെ ക്യൂബ് 27, 27ന്റെ കൂടെ 1 കൂട്ടിയാൽ 28. കുഞ്ഞുങ്ങളെ 4ന്റെ ക്യൂബ് 64, 64ന്റെ കൂടെ 1 കൂട്ടിയാൽ 65. 5ന്റെ ക്യൂബ് 125 ആണ്, 125ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ അവിടെ വരേണ്ടത് 126 അല്ലേ? വന്നത് 128 അല്ലേ? തെറ്റല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും 128 എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് അവിടെ ഓഡ്മാൻ ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ അടുത്തതും കൂടെ ഒന്ന് പറഞ്ഞേ. 6ന്റെ ക്യൂബ് 216, 216ന്റെ കൂടെ 1 കൂട്ടിയാൽ 217. 7ന്റെ ക്യൂബ് 343, 343ന്റെ കൂടെ 1 കൂട്ടിയാൽ 344. അപ്പൊ ഉറപ്പിച്ചു. ഏതാ? എങ്ങനാ? അതായത് തുടർച്ചയായിട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബ് എടുക്കുക 1 കൂട്ടുക, ക്യൂബ് എടുക്കുക 1 കൂട്ടുക. ഇത്തരത്തിൽ പോയ
ഒരു വളരെ സിമ്പിൾ സീരീസ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി എപ്പോഴും കാണുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, എടാ എ ഈസ് ടു ബിയും ബി ഈസ് ടു സിയും തന്നിട്ട് എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് അവർ ചോദിക്കും. സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യമോ. ചെയ്യേണ്ട പരിപാടി ദാണ്ടേ, എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കാൻ അവര് ചോദിച്ചാൽ ദാണ്ടേ തന്നിരിക്കുന്ന ഒന്നാമത്തെ അംശബന്ധം റേഷ്യോ 3:7 അങ്ങോട്ട് എഴുതണം. എഴുതി വെച്ചോ. 3:7 എഴുതിയോ. അങ്ങനെയാണെങ്കിൽ അടുത്തത് 9:5 അടുത്ത റോയിലെ ബിയുടെ നേരെ 9, സിയുടെ നേരെ 5 എഴുതി വെക്കുക. എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കാൻ പറഞ്ഞാല് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് റേഷ്യോ, സെക്കൻഡ് റോയിലെ സെക്കൻഡ് റേഷ്യോ എഴുതുക. എന്നിട്ട് ദാണ്ടേ ഇങ്ങനെ ഗുണിക്കണം. കണ്ടോ, ഇങ്ങനെ ഗുണിക്കണം. 3 9 കൂടെ ഗുണിച്ചാൽ 27. മേപ്പോട്ട് പോട്ടെ, ആ വണ്ടി മേപ്പോട്ട് പോട്ടെ. 9 × 7 63. ആ വണ്ടി സൈഡിലോട്ട് പോട്ടെ. 7 × 5 35. സെറ്റ്, പരിപാടി കഴിഞ്ഞു. 27 63 35. 27 63 35. ഓപ്ഷൻ സി. ഒന്നും കൂടെ പറയാം, ദാ പിടിച്ചു. ഇങ്ങനെ വരണം, എന്നിട്ട് മേപ്പോട്ട് പോകണം, എന്നിട്ട് ഇങ്ങനെ വരണം. കൊള്ളാമല്ലോ. ഇങ്ങനെ വരണം, മേപ്പോട്ട് പോകണം, ഇങ്ങനെ വരണം. ദാണ്ടേ ഇങ്ങനെ വരണം, മേപ്പോട്ട് പോകണം, ഇങ്ങനെ വരണം. ദാണ്ടേ ഇങ്ങനെ വരണം, മേപ്പോട്ട് പോകണം, ഇങ്ങനെ വരണം. 3 × 9 27. 9 × 7 63. 7 × 5 35. ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഒരു ചോദ്യം ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയ ചോദ്യം, പക്ഷെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ ആദ്യം ഒരു 30 സെക്കൻഡ് സമയം സ്പെൻഡ് ചെയ്യണം. ഒരു തരത്തിൽ പറ്റുന്നില്ലെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കണം. പിന്നെ പൊട്ടത്തരവും മണ്ടത്തരവും കാണിച്ചുകൊണ്ട് സാറേ 18 അങ്ങനെ 60 ആവുന്നത്, 60 എങ്ങനെ 100, ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാല് ടീച്ചർ അവസാനം പറയും പേപ്പർ ഇങ്ങനെ തരാൻ പറയും. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നോക്കുക, ഒരു 30 സെക്കൻഡ് സമയം നോക്കുക. ഇല്ലയോ കളയുക. അല്ലാതെ മണ്ടത്തരം കാണിച്ച് അങ്ങനെ 60ന്റെ കൂടെ 40 കൂട്ടുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഓട്ടി ഇങ്ങനെ ഇരിക്കരുതെന്നാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ആ ഒരു എക്സാമുകൾ ഇരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്ക് വേണം. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 സെക്കൻഡ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. നോക്കുമ്പോൾ രക്ഷയില്ല, കളയുക. ഏറ്റവും അവസാന സമയം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ശ്രദ്ധിക്കണം പരീക്ഷയ്ക്ക്. ഈ ഒരു ചോദ്യം അതാണ്ടേ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ പോകേണ്ടത്. 18നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 18 3 54. 54ന്റെ കൂടെ 6 കൂട്ടിയാൽ 60. 18 3 54. 54ന്റെ കൂടെ 6 കൂട്ടിയാൽ 60. മക്കളെ 60നെ 3 കൊണ്ട് ഗുണിച്ചാൽ 180. 180ന്റെ കൂടെ 6 കൂട്ടിയാൽ 186. സെറ്റ്. അടുത്തത് അപ്പോ ഒന്ന് ചുമ്മാ വെറുതെ ഒന്ന് ടെസ്റ്റ് അടിക്കാൻ പോവാണ്. ഞാന് 186നെ 3 കൊണ്ട് ഗുണിച്ചു. 6 3 18. 8 3 24. 1 25. 1 3 3. 3 2 5. 558. 558ന്റെ കൂടെ 6 കൂട്ടിയപ്പോൾ 564 വന്നോടാ. വന്നു. അപ്പൊ പിന്നെ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, ഉറപ്പിച്ചു. അതായത് 3 കൊണ്ട് ഗുണിക്കുക 6 കൂട്ടുക, 3 കൊണ്ട് ഗുണിക്കുക 6 കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ഇത് അതുപോലെ തന്നെ വരും. ചെയ്യണ്ട. ആണ്ടേ 1698 ഇങ്ങോട്ട് വരേണ്ടത്. മക്കളെ 1698നെ ആദ്യം 3 കൊണ്ട് ഗുണിച്ചു. 8 3 24. 9 3 27 2 29. ശിഷ്ടം 2. 6 3 18 2 20. ശിഷ്ടം 2. 1 3 3. 3 2 5. 5094. 5094ന്റെ കൂടെ 6 കൂട്ടിയാൽ 5100. ഓപ്ഷൻ ഡി ഈസ് ദ ഫൈനൽ ആൻസർ. സെറ്റ്. ഈ പരീക്ഷയ്ക്ക് ചോദിച്ച അവസാനത്തെ ചോദ്യത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. ഈ പരീക്ഷയ്ക്ക് ചോദിച്ച അവസാനത്തെ ചോദ്യം ബോർഡ് മാസ്
എല്ലാവർക്കും അറിയാവുന്നതാണ് ബോർഡ് മാസ്. ആദ്യം ചെയ്യേണ്ടത് ന്യൂമറേറ്റർ, പിന്നെ ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ. നമുക്ക് ആദ്യം ന്യൂമറേറ്റർ അങ്ങ് ചെയ്യാം. മക്കളെ ബ്രാക്കറ്റ് കിടപ്പുണ്ടല്ലോ, അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്തുവാ? ബ്രാക്കറ്റ്. 36 × 4 എത്ര? ബ്രാക്കറ്റ് ചെയ്യണം. പക്ഷെ അതിനു മുമ്പ് ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം നമ്മൾ മനസ്സിലാക്കിയില്ല. വായിക്ക്. ഹരണം കണ്ട പ്ലസ്, മൈനസ് കണ്ട ഹരണം, ഇൻറ്റു കണ്ട മൈനസ്, പ്ലസ് കണ്ട ഗുണനം. തെറ്റിപ്പോവരുത്. അപ്പോൾ ദാണ്ടേ ഈ സാധനം ദാണ്ട് ഇങ്ങനെ വരും. ഇൻറ്റു കണ്ടാൽ, ഞാൻ ആദ്യം ഇൻറ്റു കണ്ടാൽ മൈനസ്, കണ്ടോ കണ്ടോ? മൈനസ് കണ്ടാൽ ഹരണം, മൈനസ് കണ്ടാൽ ഹരണം. എടാ കുഞ്ഞുങ്ങളെ, ഇൻറ്റു കണ്ടാൽ മൈനസ്, ഡിവൈഡഡ് ബൈ. ഇനി താഴെ ഉള്ളത് നമുക്ക് പിന്നെ എഴുതാം അല്ലെ? മേളത്തെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ താഴെ ഉള്ളത് പിന്നെ ചെയ്താലും മതിയല്ലോ, മതി. അപ്പൊ നമുക്ക് ആദ്യം മേളിലുള്ള അങ്ങ് ചെയ്യാം. ഇതുപോലെ തന്നെ നിങ്ങൾ മാറ്റണം. കണ്ടോ, പ്ലസ് എന്ന് കണ്ട എന്തുവാ? ഇൻറ്റു ഒക്കെ കൊടുക്കണം. അതവിടെ നിൽക്കട്ടെ, പിന്നെ ചെയ്യാം, സമയമുണ്ടല്ലോ. 36 ൽ 4 കുറയ്ക്കണം അല്ലെ? ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആണ്. ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആദ്യം അതാ ചെയ്യേണ്ടത്. 36 ൽ 4 കുറച്ച എത്ര? 36 ൽ 4 കുറച്ചാല് 32 അല്ലേ? 32. ഇനി ബ്രാക്കറ്റ് കഴിഞ്ഞാൽ ഓഫില്ല, ഡിവിഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ 32-നെ 8 കൊണ്ട് ഹരിച്ച എത്ര? എടാ കുഞ്ഞുങ്ങളെ, 32-നെ 8 കൊണ്ട് ഹരിച്ച 4 അല്ലേ? 4. അപ്പൊ അത്രയായി. 4 ൽ 4 കുറച്ച എത്ര? 4 ൽ 4 കുറച്ച 0. അപ്പോൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് മുകൾ ഭാഗം ചെയ്തപ്പോൾ ഉത്തരം 0 കിട്ടിയത്. ഇനി താഴെയും കൂടെ ചെയ്യണോ? എടാ മുകളിൽ 0 അല്ലേ? താഴെ ഇനി എന്തു പണ്ടാരം വന്നിട്ടും കാര്യമുണ്ടോ? ഇനി എന്തു കുന്തം വന്നിട്ടും കാര്യമില്ല. കാരണം എന്താ? 0-നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും ആൻസർ 0. 0-നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും ആൻസർ 0. സെറ്റ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ചെയ്യണോ? വേണ്ട. കാരണം ന്യൂമറേറ്റർ 0 വന്നത്. അതുകൊണ്ട് പിന്നെ ഡിനോമിനേറ്റർ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ 1026/26 എന്ന് പറയുന്ന 2026-ൽ CSEB നടത്തിയ വളരെ പ്രധാനപ്പെട്ട ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് ചോദിച്ച മാത്സിനകത്തെ 10 ചോദ്യങ്ങളും അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ ക്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെയധികം ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഫ്രണ്ട് സർക്കിളിലെ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഒക്കെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. അതേപോലെ തന്നെ നമ്മുടെ ആപ്പിനകത്ത് പുതിയ ഫീച്ചേഴ്സോട് കൂടി നമ്മുടെ CC ലേണിംഗ് ആപ്പ് നമ്മൾ പുതുതായിട്ട് വീണ്ടും റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് പരമാവധി ഉദ്യോഗാർത്ഥികൾക്ക് ഫ്രീ കണ്ടന്റുകൾ കിട്ടുക. അതായത് അവർക്ക് ഫ്രീ ആയിട്ട് എക്സാമുകൾ എഴുതാൻ പറ്റണം, ഫ്രീ ആയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണം, ഓരോ പരീക്ഷകൾ കഴിയുമ്പോൾ അതിന്റെ PYQs ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റണം. അത്തരത്തിലെ ഒരുപാട് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ CC ലേണിംഗ് ആപ്പ് റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും ആപ്പ് നിങ്ങളുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആപ്പ് സ്റ്റോറിനകത്ത് പോയിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പരമാവധി ഫ്രീ കണ്ടന്റുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തയ്യാറെടുക്കാവുന്നതാണ്. മറ്റൊരു PYQ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കുഞ്ഞുങ്ങളെ. ബൈ.